വെൽക്കം ടു ജോസിൻ്റെ ഹോംബുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലിലും അതേ ടേസ്റ്റിലും വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഒന്ന് ചിക്കനെ വേവിച്ചെടുത്തും ഒന്ന് ചിക്കനെ ഫ്രൈ ആക്കിയെടുത്തും. അപ്പോൾ ഞാനിവിടെ ചിക്കനെ ഫ്രൈ ആക്കി എടുക്കുന്ന രീതിയാട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഫ്രൈഡ് റൈസിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ഞാനിപ്പോൾ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 മുട്ട. അടുത്ത വെജിറ്റബിൾസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ പാർട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതുപോലെ 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തത്, ഇഞ്ചി ഇതുപോലെ 2 ടീസ്പൂണോളം ചോപ്പ് ചെയ്തെടുത്തത്. ഇത് സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പാർട്ട്. ഇനി നമുക്ക് വേണ്ടത് വേവിച്ചെടുത്ത ചോറാണ്. ഞാനിപ്പോൾ ഒരു 4 കപ്പ് വേവിച്ചെടുത്ത ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ പോലെ വേവിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ചൂടൊന്നും അറിയാൽ മതിയേ, എന്നാൽ ഭയങ്കര ചൂടും പാടില്ല കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് എങ്കിലും ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനിതുപോലെ ചൂട് കട്ടിയായിട്ടുള്ളൊരു പാത്രം എടുത്തു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ ഹീറ്റിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചൂട് കുറഞ്ഞു പോകരുത്, എപ്പോഴും നല്ല ഹൈ ഹീറ്റിലായിരിക്കണം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ആ സെയിം പാനിലേക്ക് നമ്മുടെ 3 മുട്ടയെ ഇടുക. എന്നിട്ട് നമുക്കതിനെ സ്ലോ ആയിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. സൈഡിൽ നിന്ന് സ്ലോ ആയിട്ട് അതിനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണേ. ഇനി നമുക്ക് മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 1 മിനിറ്റ് കൂടി അതിനെ നന്നായിട്ട് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ആ സെയിം പാനിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പാർട്സ് ഇടുക. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഇടുക. ഒരു 1 മിനിറ്റ് നന്നായിട്ട് അതിനെ ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് വെച്ചു. അപ്പോൾ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം, അതുവരെ ഒന്ന് ഫ്രൈ ആക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം, അതുവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാവേ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് വേവിച്ചെടുത്ത ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചോറ് പൊട്ടിപ്പോവരുത്, അതുകൊണ്ട് മെല്ലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിനെ. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാ ഭാഗങ്ങളിലേക്ക് ആ സോയാ സോസ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക, പക്ഷെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പും അതുപോലെ തന്നെ സ്പൈസ് ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഹൈ ഹീറ്റിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ പാർട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനെ. ഇത്രയുള്ള പരിപാടി. നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടോ. ഇനി ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ മതി. അപ്പം നമ്മുടെ കറക്റ്റ് റെസ്റ്റോറൻറ്റിൽ ആ ടേസ്റ്റ് കിട്ടും, നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ.
അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കണം, തണുത്തിട്ട് കഴിക്കാനായിട്ട് നോക്കരുത്, നല്ല ചൂടിൽ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്